ചങ്ങരയിൽ ബന്ധിക്കപ്പെട്ടിരുന്ന 11 വയസ്സുകാരി സ്നേഹ രക്ഷിതാക്കളുടെ ക്രൂരതയ്ക്കിരയായ ഭിന്നശേഷിക്കാരനായ കുട്ടിയെ കോതമംഗലം പീസ് വാലി ഏറ്റെടുക്കുകയായിരുന്നു. പീസ് വാലി സംഘടനയാണ് നിരാലംബരായ മനുഷ്യർക്ക് ആശ്വാസം പകർന്നു. കോതമംഗലം പീസ് വാലിയിലാണ് ആരംഭിച്ചത്. പീസ് വാലി ഇത് പീസ് വാലി. ആരോരുമില്ലാതെ തെരുവിലായി പോയവർ, മാറാരോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിച്ചിരുന്നവർ, ജീവിതത്തിന്റെ വർണ്ണങ്ങൾ മങ്ങിയ 1000 മനുഷ്യരെ ചേർത്ത് പിടിച്ചുള്ള പീസ് വാലിയുടെ യാത്ര 5 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. സാമൂഹിക മാനസിക പുനരധിവാസ കേന്ദ്രം, സെന്റർ ഫോർ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ. വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നെത്തിയ 200 പേരാണ് ഈ കേന്ദ്രത്തിലുള്ളത്. സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, നഴ്സ്, സോഷ്യൽ വർക്കർ എന്നിവരുടെ മുഴുവൻ സമയ പരിചരണം ഇവർക്ക് ലഭിക്കുന്നു. തൊഴിൽ പരിശീലനം ഉൾപ്പെടെയുള്ള വിവിധ മാർഗങ്ങളിലൂടെ നഷ്ടപ്പെട്ടുപോയ ജീവിതതാളം തിരികെ പിടിക്കുകയാണ് ഇവിടെ. നട്ടെല്ലിന് പരിക്കേറ്റവർക്കുള്ള ചികിത്സാ പുനരധിവാസ കേന്ദ്രം, സെന്റർ ഫോർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അപകടങ്ങളിൽ നട്ടെല്ലിന് പരിക്കേറ്റവർ, തലച്ചോറിന് ഗുരുതര പരിക്കേറ്റവർ എന്നിവർക്കുള്ള സമഗ്രമായ ചികിത്സയാണ് ഈ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന അനേകം സ്വപ്നങ്ങളാണ് പീസ് വാലി കൈപിടിച്ചുയർത്തുന്നത്. വളർച്ചാപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ഏർലി ഇന്റർവെൻഷൻ സെന്റർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഡൗൺ സിൻഡ്രോം തുടങ്ങി വ്യത്യസ്ത പ്രയാസങ്ങൾ നേരിടുന്ന 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള 150 കുഞ്ഞുങ്ങളാണ് ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ വിവിധ തെറപ്പികളിലൂടെ പ്രതീക്ഷയുടെ വളർച്ചയുടെ പടവുകൾ കയറുന്നത്. ചിൽഡ്രൻസ് വില്ലേജ്, ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുമക്കൾക്കുള്ള അമ്മത്തുട്ടൽ, 7 മുതൽ 14 വയസ്സുവരെയുള്ള ഭിന്നശേഷിക്കാർക്കുള്ള റെസിഡൻഷ്യൽ ലൈഫ് സ്കിൽ സ്കൂൾ എന്നീ സംവിധാനങ്ങളാണ് ചിൽഡ്രൻസ് വില്ലേജിൽ ഒരുക്കിയിട്ടുള്ളത്. 7 വയസ്സിൽ പ്രവേശനം നേടുന്ന ഭിന്നശേഷിക്കാരനെ 14 വയസ്സിൽ പ്രാഥമിക കാര്യങ്ങളിൽ സ്വയം പര്യാപ്തരാക്കി തൊഴിൽ പരിശീലനത്തിന് സജ്ജരാക്കുന്ന പരിശീലന രീതിയാണ് ചിൽഡ്രൻസ് വില്ലേജിലേത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള മൾട്ടി സെൻസറി ഗാർഡൻ ഈ മേഖലയിൽ വേറിട്ട ചുവടുവെപ്പാണ്. നിർധനരായ വൃക്ക രോഗികൾക്കുള്ള ഡയാലിസിസ് സെന്റർ, ഇതാണ് പീസ് വാലിയുടെ ജനകീയ ഡയാലിസിസ് സെന്റർ. നിർധനർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. പീസ് വാലി ഡയാലിസിസ് യൂണിറ്റിലൂടെ ഓരോ ദിവസവും ജീവൻ നിലനിർത്തുന്നത് 85 പേരാണ്. സെന്റർ ഫോർ പാലിയേറ്റീവ് കെയർ, വെന്റിലേറ്റർ സൗകര്യത്തോടെയുള്ള ഇന്റൻസീവ് കെയർ സംവിധാനമുള്ള കേരളത്തിലെ ഏക പാലിയേറ്റീവ് കെയർ സെന്ററാണ് പീസ് വാലിയിലേത്. നിരാലംബരായ സ്ത്രീകൾക്ക് തണലേകുന്ന നിർഭയ സെന്റർ ഫോർ വുമൺ ഇൻ ഡിസ്ട്രെസ്. ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ, ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയായവർ തുടങ്ങി വ്യത്യസ്ത സാഹചര്യങ്ങളാൽ തെരുവിലായി പോയ ഒരു പറ്റം സ്ത്രീകളുണ്ട് ഇവിടെ. 10 വാർഡുകളിലായി 150 പേർക്കുള്ള സൗകര്യമാണ് നിർഭയയിൽ ഒരുക്കിയിട്ടുള്ളത്. അശാന്തമായ മനസ്സുകൾക്കും ലഹരി കീഴ്പ്പെടുത്തിയ ശരീരങ്ങൾക്കും ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ കേന്ദ്രമാണ് പീസ് വാലി ടണൽ സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി ആൻഡ് ഡി അഡിക്ഷൻ. തീവ്രമായ ശാരീരിക മാനസിക വൈകല്യങ്ങൾ നേരിടുന്നവർക്കുള്ള സ്നേഹതീരം, സെന്റർ ഫോർ അസിസ്റ്റഡ് ലിവിംഗ് ആൻഡ് മെമ്മറി കെയർ. ചുറ്റും നടക്കുന്നത് എന്തെന്നറിയാത്ത അനാഥരായ തീവ്രമായ ഭിന്നശേഷിക്കാർ തുടങ്ങി സമാനതകളില്ലാത്ത യാതനകൾ നേരിടുന്ന 150 മനുഷ്യരാണ് ഈ സ്നേഹതീരത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച്, നമ്മൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് അഭിമാനത്തോടെ ജീവിക്കുന്നത്. ആസ്റ്റർ പീസ് വാലി മൊബൈൽ മെഡിക്കൽ സർവീസ്. പിന്നോക്ക, ദളിത് കോളനികൾ, ആദിവാസി ഊരുകൾ, ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ എന്നിങ്ങനെ പ്രാഥമിക വൈദ്യസഹായം ലഭ്യമാകാത്ത ഇടങ്ങളിൽ കടന്നു ചെന്ന് പ്രയാസമനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുകയാണ് ഈ സഞ്ചരിക്കുന്ന ആശുപത്രി.
ഈ മുഖങ്ങളിൽ വിരിയുന്ന പുഞ്ചിരികളിൽ നിങ്ങളുടെ കൂടി കയ്യൊപ്പുണ്ടാകണമെന്ന് പീസ് വാലി ആഗ്രഹിക്കുന്നു. പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരന്റെ ചികിത്സയ്ക്കും പരിചരണത്തിനുമുള്ള ചിലവ് ഏറ്റെടുക്കുന്നതിലൂടെ നിങ്ങൾ പകരുന്ന കരുത്താണ് പീസ് വാലിയുടെ ഊർജം. നിങ്ങൾ കൂടി ഒപ്പം ചേരുമ്പോഴാണ് അഴികൾക്കുള്ളിലും ചങ്ങലകളിലും ബന്ധിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്താൻ പീസ് വാലിക്ക് സാധിക്കുന്നത്. ഒരു സമുദ്രം കണക്കെ മനുഷ്യർ കരുണാർദ്രമായപ്പോഴാണ് പീസ് വാലി യാഥാർത്ഥ്യമായത്. ഈ യാത്രയിൽ ഒപ്പമുണ്ടാകുമല്ലോ.